പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 18-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് കുട്ടികളുടെ ചാച്ചാജി. 1889 നവംബർ 14-ാം തീയതി മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും മകനായി അലഹബാദിലെ ആനന്ദ ഭവനത്തിലാണ് കൊച്ചു ചാച്ചാജിയുടെ ജനനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ആചരിക്കുന്നത് കുട്ടികളുടെ സ്വന്തം ദിവസമായിട്ടാണ്. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ ലോകമെമ്പാടും ചാച്ചാജി എന്ന നെഹ്റു പ്രസിദ്ധി നേടിയിരുന്നു. നവംബർ 20-നാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ആഗോള ശിശുദിനം ആചരിക്കുന്നത്. കുട്ടികളോട് ഇടപഴകാൻ ഒരുപാടിഷ്ടമുള്ള വ്യക്തിയായിരുന്നു നെഹ്റു. പൂക്കളെയും പ്രകൃതിയെയും സ്നേഹിച്ചിരുന്ന അദ്ദേഹം ധരിക്കുന്ന വസ്ത്രത്തിൽ മിക്കപ്പോഴും ഒരു റോസാപ്പൂവ് ഉണ്ടാകുമായിരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന ഉറച്ച വിശ്വാസമുള്ളയാളായിരുന്നു നെഹ്റു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാവിക്കായി അദ്ദേഹം ഏറെ കരുതലോടെ പ്രവർത്തിച്ചു. അവരെ സ്നേഹിച്ചും കുട്ടികൾക്കായി പദ്ധതികൾ തയ്യാറാക്കിയും അവരുടെ ഭാവി ലോകത്തിനു മുന്നിൽ തുറന്നിട്ടു. വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നൽകാൻ ചാച്ചാജി ശ്രമിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി മാറ്റങ്ങൾ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കി. ഗ്രാമങ്ങൾ തോറും ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ നിർമ്മിച്ചു. കുട്ടികൾക്കായുള്ള പോഷകാഹാരക്കുറവ് നികത്തുന്നതിനായി ഭക്ഷണവും പാലും സൗജന്യമായി നൽകുന്ന ഒരു പരിപാടിക്കും അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടക്കമിട്ടു. കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. കുട്ടികളെ സ്നേഹിക്കുകയും അവരുടെ കളിത്തോഴനാകാൻ കൊതിക്കുകയും ചെയ്ത ചാച്ചാജിക്ക് കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ എത്രമാത്രം നിറം മങ്ങിയെന്ന് സമകാല ഇന്ത്യയിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത്തിരി സ്നേഹം, ഒരിറ്റ് ദയ, അതിനുവേണ്ടി ദാഹിക്കുന്ന കോടിക്കണക്കിന് കുട്ടികൾ ലോകത്തെങ്ങുമുണ്ട്. ഒരു നേരത്തെ വിശപ്പകറ്റാൻ ഗതിയില്ലാതെ അലഞ്ഞു തിരിയുന്നവർ, ജനിച്ചപ്പോൾ തന്നെ തെരുവിലുപേക്ഷിക്കപ്പെട്ടവർ, യുദ്ധഭീതിയിൽ കഴിയുന്നവർ, പട്ടിണി മാറ്റാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നവർ, കർശന മതാചാര നിമിത്തം പള്ളിക്കൂടത്തിൻ്റെ പടി കണ്ടിട്ടില്ലാത്തവർ, തെരുവുകൊള്ളക്കാരുടെ പിടിയിൽപ്പെട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ടി വരുന്നവർ, പലതരം പീഡനങ്ങൾക്ക് ഇരയാകുന്നവർ. നല്ല വസ്ത്രം ധരിക്കുമ്പോഴും നല്ല ആഹാരം കഴിക്കുമ്പോഴും നാം അവരെ ഓർക്കണം. എന്തുകൊണ്ട് അവരിങ്ങനെ ആയി എന്നറിയണം. അവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. പഠിച്ചു മിടുക്കരാകുമ്പോൾ അത്തരം കുട്ടികൾക്ക് രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും വേണം. നമ്മുടെ ചുറ്റും എരിഞ്ഞു തീരുന്ന കുരുന്നു ജീവിതങ്ങൾക്കൊരു കൈത്താങ്ങാകാൻ നമുക്ക് കഴിയണം. ഈ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുദിനവും. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ചാച്ചാജിയെ മനസ്സിലേക്ക് ആവാഹിക്കാം നമുക്കെന്നും. എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.